ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ അൻസീസ് ഗ്രാഫി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെ പോളറോയിഡ്സ് ഒരു A3 ഷീറ്റിൽ എഡിറ്റ് ചെയ്യാമെന്നുള്ളതും അതെങ്ങനെ ഏത് ടൈപ്പ് ഷീറ്റിലാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്, എത്ര രൂപയ്ക്കാണ് അത് നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ്. ശേഷം നമ്മളിതൊരു A4 ഫ്രെയിമിൽ വച്ചിട്ട് ഒരു ഫ്രെയിം തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവ ആപ്പാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവ ആപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ സെൻട്രലായിട്ടൊരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്കവിടെ അതിനൊരു ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റായി വന്നിട്ടുള്ള A3 ഡോക്യുമെൻ്റ് എന്ന് കാണുന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ പേജ് കിട്ടിയിട്ടുണ്ട്. ശേഷം താഴെ നമുക്ക് എലമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ പോയിട്ട് പോളറോയിഡ്സ് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് സൈസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിൽ നമുക്ക് പോളറോയിഡ്സിൻ്റെ ഫ്രെയിം കിട്ടുന്നതാണ്. ഇതിൽ ഞാൻ രണ്ടാമത്തെ ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നത്. പോളറോയിഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിൽ, അതുപോലെ തന്നെ സ്ക്വയർ, അങ്ങനെ ഒരുപാട് സൈസിൽ, സർക്കിൾ, അങ്ങനെ ഒരുപാട് സൈസിൽ നമുക്കിത് ഫ്രെയിം കിട്ടുന്നതാണ്. പക്ഷെ ഞാനിതിൽ രണ്ടാമത്തെ സൈസാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് വരുന്നതാണ്. അതിൻ്റെ സൈസ് ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തതിന് താഴെ കൊടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും അതിൻ്റെ ഒരു കോപ്പി കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് താഴത്തെ റോസിൽ 5 എണ്ണം ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അവിടെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. ശേഷം ഓരോന്നായി സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്താൽ 5 എണ്ണത്തിൻ്റെ ഒരു കോപ്പി അവിടെ മേലെ കാണാവുന്നതാണ്. അത് നമുക്കിങ്ങനെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോയാൽ നമുക്ക് അങ്ങനെ ടോട്ടൽ 5 റോസ് കിട്ടുന്നതാണ്. ടോട്ടലി നമുക്ക് ഈ A3 ഷീറ്റിൽ 20 പോളറോയിഡ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കോപ്പി ചെയ്യുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഒരുമിച്ച് സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടിയിട്ടുണ്ട്. അതിൽ 20 പോളറോയിഡ്സിൻ്റെ ഫ്രെയിമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ശേഷം നമുക്ക് അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ താഴെ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് അപ്ലോഡ് ഫയൽസ് എന്ന് കാണും. അപ്പോൾ താഴെ നമുക്ക് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏതൊക്കെ ഇതിൽ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഈ പേജിലായിട്ട് ലോഡായിട്ട് വരുന്നത് കാണാം. ഞാൻ ഓൾറെഡി എനിക്ക് വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഗാലറിയിൽ നിന്നും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എനിക്ക് വേണ്ട ഫോട്ടോസ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോട്ടോസ് എടുത്ത് ഓരോന്നായിട്ട് ഈ ഒരു ഫ്രെയിമിലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഇതിൻ്റെ ക്രോപ്പ് ചെയ്യുക, അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്കിങ്ങനെ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഈ ഒരു പേജിൽ എല്ലാ ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 20 പോളറോയിഡ്സ് കിട്ടുന്നതാണ്. ശേഷം നമുക്ക് മുകളിലായിട്ട് ഒരു ഏരോ കാണാൻ പറ്റുന്നതാണ്, അത് ക്ലിക്ക് ചെയ്യുക. താഴെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് PNGയിലാണ്. അപ്പോൾ അത് ഓൾറെഡി എൻ്റെ സെലക്റ്റഡ് ആണ്. അപ്പോൾ ഞാനത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗാലറിയിലോട്ട് അത് സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് ഇത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു A3 ഷീറ്റ് പ്രിൻ്റ് എടുക്കുന്നത് 300 GSM-ലാണ്, ലേസർ പ്രിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ടും കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെ ഒരു ഫ്രെയിമിൽ A4 ഫ്രെയിമിൽ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നായിട്ട് നമ്മുടെ A4 ഫ്രെയിമിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നോർമൽ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ 299 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പോളറോയിഡ്സ് വെച്ചുള്ള ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ 430 വരെ റേറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.